പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന് എല്ലാ മേഖലകൾക്കും തുല്യ പരിഗണന നൽകിയ ബജറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷൈബി അവതരിപ്പിച്ചു. കുടിയേറ്റ മേഖലയിലെ പ്രധാന ഗ്രാമപഞ്ചായത്തായ ഏരുവേശിയുടെ സമഗ്ര വികസനത്തിന് എല്ലാ മേഖലകൾക്കും തുല്യ പരിഗണന നൽകിയിട്ടുണ്ടെന്നും ആർക്കും പരാതി ഉണ്ടാകാത്ത വിധത്തിലുള്ള മിച്ച ബജറ്റാണ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മധു തൊട്ടിയിൽ അവതരിപ്പിച്ചത്. ചെമ്പേരി മാർക്കറ്റിൽ സിറ്റി സെന്റർ നിർമ്മിക്കുന്നതിന് അഡ്വക്കേറ്റ് സജീവ ജോസഫ് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലഭിക്കുന്ന 60 ലക്ഷത്തോടൊപ്പം പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് 1.20 കോടിയുടെ പദ്ധതി നടപ്പിലാക്കി ചെമ്പേരിയുടെ മുഖച്ഛായ മാറ്റിയെടുക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷൈബി ഭരണസമിതിയുടെ അവസാന ബജറ്റ് അവതരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു. പഞ്ചായത്തിലെ ഭവന നിർമ്മാണത്തിന് 7.12 കോടി, കാർഷിക മേഖലയ്ക്ക് ആനുകൂല്യം നൽകുന്നതിന് 40 ലക്ഷം, അടിസ്ഥാന സൗകര്യ വികസനത്തിന് 7.25 കോടി, പാലിയേറ്റീവ് കെയർ 14.5 ലക്ഷം, ശുചിത്വ മാലിന്യ പരിപാലനം 18.2 ലക്ഷം, വിദ്യാഭ്യാസ മേഖലയ്ക്ക് 1.5 കോടി, ആരോഗ്യ മേഖലയ്ക്ക് 1.12 കോടി തുടങ്ങിയ വിവിധ പദ്ധതികൾക്കായി 30,82,25,404 രൂപ വരവും കഴിച്ച് 25,52,344 രൂപ മിച്ചം വെച്ചുകൊണ്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. ചടങ്ങിൽ പഞ്ചായത്ത് മെമ്പർമാരായ ഷൈല ജോയ് വെട്ടിക്കൽ, പൗളിൻ തോമസ് കാവനാടി, ടെസി ഇമാനുവൽ, രാധാമണി, മോഹനൻ മൂത്തേടൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജോണി മുണ്ടക്കൽ, M. നാരായണൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പരത്തിനാൽ ജോസ്, CPM ലോക്കൽ സെക്രട്ടറി സദാനന്ദൻ, ജോയി കുഴുവേലിപ്പുറത്ത്, പഞ്ചായത്ത് JS ബിജോയി, കൃഷി ഓഫീസർ നൂർജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. കൃഷി ഓഫീസർ വിചാരിക്കും അയ്യോ കുറച്ചുകൂടെ നന്നായിരുന്നു, LSTയുടെ ഉദ്യോഗസ്ഥർ വിചാരിക്കും, അതുപോലെ പഠിക്കുന്ന മെമ്പർമാരെല്ലാം വിചാരിക്കും കുറെ കൂടെ ഫണ്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ നാട് മുഴുവൻ മനോഹരമാക്കാമായിരുന്നു. ഇപ്പൊ ഞങ്ങൾ 14 മെമ്പർമാരെ നിങ്ങൾ ആ മെമ്പർമാരാക്കി ഇങ്ങോട്ട് വിട്ടപ്പോൾ ഒത്തിരിയേറെ സ്വപ്നങ്ങളോടുകൂടിയാണ് ഞങ്ങൾ കടന്നു വന്നത്. ജനങ്ങൾക്ക് ഞങ്ങളിൽ ഒത്തിരിയേറെ പ്രതീക്ഷകളുണ്ടായിരുന്നു. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ A-Channel ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? ഒട്ടുപാലം കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇരുന്നോ. എന്റെ മനുഷ്യ ഈ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി, എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നേ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ. അത് യോർന്ന് എന്ത് ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തനെ വീഴുന്ന ആർക്കും അറിയാം മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ്. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുതിയ MS Gold and Diamonds, Iriti, Peravur, Ramanagara, Kanagapura, the real source of purity.